നമ്മൾ പറഞ്ഞു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തിൻ്റെ സ്റ്റേജസ്. ആദ്യം ഓറൽ സ്റ്റേജ്, ഇനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. നമ്മളിപ്പം ജെനിറ്റൽ സ്റ്റേജിലെത്തി നിൽക്കുന്നു നമ്മളുടെ ചർച്ച. ഈ ജെനിറ്റൽ സ്റ്റേജിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത് ജെനിറ്റൽ ഓർഗൻസിലൂടെ ജനനേന്ദ്രിയങ്ങളിലൂടെയുള്ള സന്തോഷം, അത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്നുകിൽ അതേ ലിംഗത്തിലുള്ള ഇല്ലെങ്കിൽ എതിർലിംഗത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള അട്രാക്ഷൻ, ആകർഷണത്തിലേക്ക് അതെത്തി നിൽക്കണം. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ പാരൻസ് ഇല്ലെങ്കിൽ സമൂഹം ഈ കുട്ടികളെ, ഈ വ്യക്തികളെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സമയമാണ്. നമ്മുടെ പാരൻസ് അവരെ അതുവരെ ഉള്ളതിനേക്കാളും കൂടുതൽ നിയമങ്ങൾ, റെസ്ട്രിക്ഷൻസ് ഒക്കെ അവരുടെ മുന്നിൽ വയ്ക്കും. ഇപ്പം ഒരു പെൺകുട്ടിയാണെങ്കിൽ ഏകദേശം ആ ഒരു ഏജിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഒരു 8 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സൊക്കെ കഴിയുമ്പം അമ്മമാരും അച്ഛന്മാരും അവരുടെ മുന്നിൽ നിബന്ധനകൾ വയ്ക്കും. അവരാദ്യം പറയുന്ന കാര്യം, ഇതുവരെ നിനക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ആൺകുട്ടികളുടെ കൂടെയൊക്കെ കളിച്ചിരുന്നു, നീ ഇനി അങ്ങനെയല്ല, വലിയൊരു പെണ്ണായി കളിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇങ്ങനെ കൂടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ബോയ്സ് ആണെങ്കിലും പറയും, ഇതുവരെയുള്ള കുട്ടിക്കളിയൊന്നുമല്ല, ഇനി നീ വളരെ സീരിയസാണ്, ഇല്ലെങ്കിൽ പെൺകുട്ടികളുടെ കൂടെ കളിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ധാരാളം നിബന്ധനകൾ നമ്മൾ ആ സ്റ്റേജിൽ ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഇടും. ഈ നിബന്ധനകൾ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പലപ്പോഴും ഒരു സപ്രഷൻ്റെ ഇല്ലേ അടിച്ചമർത്തലിൻ്റെ ആ ഒരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ അത് പിന്നീടുള്ള വ്യക്തിത്വത്തിൽ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്, വളരെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ പ്രധാനമായിട്ട് കാണുന്നത് സ്വന്തം ലിംഗത്തിലോടുള്ളവരിലുള്ള ആകർഷണം, അതായത് ഹോമോസെക്ഷുവാലിറ്റിയിലെ ലെസ്ബിയൻ ഇൻ നാച്ചർ എന്ന് പറയാം. ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു പരിധി വരെ ഈ ജെനിറ്റൽ സ്റ്റേജിലാണ്. ഉദാഹരണത്തിന് ഒരാൺകുട്ടി അവൻ വളർന്നു വരുന്നു, ഈ ജെനിറ്റൽ സ്റ്റേജിലെത്തുന്നു. അപ്പം വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കാം, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി. അവൻ പറയും പെൺകുട്ടികളെ നോക്കാൻ പാടില്ല, ചിലപ്പോൾ അവന് തന്നെ കസിൻസ് ഉണ്ടാവും, കസിൻസിനെ നോക്കാൻ പാടില്ല, പെൺകുട്ടികളോട് ചിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഇടപഴകാൻ പാടില്ല. ഇങ്ങനെ ധാരാളം നിയമങ്ങൾ അവൻ്റെ മുന്നിൽ നമ്മൾ വയ്ക്കും. വളരെ സ്വാഭാവികമാണ് ആ വയസ്സുള്ള ഒരാൾക്ക് ഓപ്പോസിറ്റ് സെക്സുള്ള ആളുമായിട്ട് സംസാരിക്കാനും അവരോട് കൂടുതൽ ഇടപഴകാനുള്ള താല്പര്യങ്ങളുണ്ടാകും. എന്നാൽ പോലും അങ്ങനെയുള്ള ഒരു സാധാരണ ഇടപെടലുകൾ പോലും പൂർണ്ണമായും നമ്മൾ പാരൻസ് അടിച്ചമർത്തി വയ്ക്കും. പലപ്പോഴും സംഭവിക്കണോ ഇങ്ങനെ അടിച്ചമർത്തി വയ്ക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ ആ രീതിയിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരായിട്ട് ഇടപഴകുന്നതിനോട് ഇടപഴകിയതിന് നമ്മൾ ഈ കുട്ടിയെ പണിഷ് ചെയ്തു, ശിക്ഷിച്ചു എന്ന് വിചാരിക്കാം. അതവൻ്റെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഹേർട്ട് ചെയ്തതാണെങ്കിൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ളൊരു കുട്ടി, കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടി, ആ കുട്ടിയിൽ ഈ രീതിയിലുള്ളൊരു പണിഷ്മെൻറ്റ് എന്താണ് എഫക്റ്റ് ഉണ്ടാക്കുക, എന്ത് സ്വാധീനം ഉണ്ടാകും? പലപ്പോഴും ആ കുട്ടി ഒരു ഹോമോസെക്ഷലായി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അത്ഭുതവും അതിലല്ല. കാരണം ഞങ്ങളെടുത്ത സർവേകളിൽ സ്വർഗപ്രേമികളിൽ 80% പേരുടെയും പ്രശ്നങ്ങൾ ജെനിറ്റൽ സമയത്തുള്ള ജെനിറ്റൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലുള്ളതാണ്. പിന്നെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കേരളത്തിൽ മലബാർ ഏരിയയിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലോ. ചില പ്രത്യേകമായിട്ടുള്ള ഈ കൾച്ചറലായിട്ടുള്ള എക്സ്ചേഞ്ചസ് ഒക്കെയാണ് അതിനൊരു കാരണം. കാരണം മലബാർ മേഖലയിലുള്ള കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിലുള്ള കൾച്ചർ, കേരളത്തിലെ മലയാള സംസ്കാരം എന്നതിനെ ദ്രാവിഡ സംസ്കാരം എന്നതിനെ വിളിക്കാൻ പറ്റില്ല. കാരണം അത് ഈ ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്ന മറ്റൊരു കൾച്ചറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട്, അറേബ്യൻ കൾച്ചറുമായിട്ട് ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പോയി അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റാണ് മലബാറി കൾച്ചർ. ഈ കൾച്ചറിൽ ഈ ഒരു പ്രശ്നം വളരെയധികം കാണാറുണ്ട്. അപ്പോൾ ഈ ഡീവിയേറ്റഡ് സെക്ഷൽ ഇൻട്രസ്റ്റിൻ്റെ
പ്രധാന കാരണം ജെനിറ്റൽ ഇല്ലെങ്കിൽ ഫാലിക് സ്റ്റേജിലുള്ള ചില പ്രത്യേക രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ആണ്. അല്ലെങ്കിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ അടിച്ചമർത്തുന്നത് മൂലം മറ്റ് ചില താല്പര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അതൊന്നൊരു രക്ഷപ്പെടലിൻ്റെ ഭാഗമായിട്ട് പുതിയ താല്പര്യങ്ങളിലേക്കുള്ള ഡീവിയേഷൻ ചിലപ്പോഴങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ആ ജെനിറ്റൽ സ്റ്റേജിലുള്ള ലൈംഗികതയോടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അടക്കാനാവാത്ത ആകർഷണം സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള, സമൂഹം അംഗീകരിക്കണ, നമ്മുടെ പാരൻസ് നമ്മുടെക്കാട് ചീത്ത പറയാത്ത, അല്ലെ അവർ ലിമിറ്റ് ചെയ്യാത്ത വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടുക, അത് പലപ്പോഴും ഒരു ഹോമോസെക്ഷൽ സ്വർഗരതിയിലേക്ക് എത്താറുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ, അതൊരു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ ആ കുട്ടികളോട് വല്ലാതെ ഇടപഴകുമ്പോഴാണ് പാരൻസ് ശ്രദ്ധിക്കണം, ചീത്ത പറയണം. അതേപോലെ തന്നെ അവൻ്റെ കൂടെയുള്ള മറ്റ് ആൺകുട്ടികളായിട്ടുള്ള സുഹൃത്തുക്കളോട് അവർ ഒരുമിച്ച് ഇടപഴകുമ്പോഴോ ഇല്ല ഒരു കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോഴോ ഒരാൾ മറ്റുള്ളയാളുടെ വീട്ടിൽ പോയി താമസിക്കുമ്പോഴോ ഒന്നും നോർമലി പാരൻസ് ഇങ്ങനെ ചീത്ത പറയാറില്ല. ഇതേപോലെ തന്നെയാണ് പെൺകുട്ടികളുടെ കേസിലും. പലപ്പോഴും ഇതേപോലുള്ള നമ്മളുടെ അശ്രദ്ധ ഇതേപോലെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ജെനിറ്റൽ സ്റ്റേജിലുള്ള ഈ ഡീവിയേറ്റഡ് പേഴ്സണാലിറ്റിയിലെ പ്രോബ്ലംസിൻ്റെ വേറൊരു റിഫ്ലക്ഷനാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സിബിഷൻസും നഗ്നതാ പ്രദർശനത്തിനുള്ള താല്പര്യം. അതും പലപ്പോഴും ഈ ജെനിറ്റൽ സ്റ്റേജിലുള്ള സപ്രഷന് അതിൻ്റെ റിസൾട്ട് അല്ല അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. പിന്നെ വളരെ രസകരമായിട്ടുള്ള വേറെ കാര്യമുണ്ട്. അതായത് ഒളിഞ്ഞു നോട്ടത്തിനുള്ള താല്പര്യം. അത് പ്രധാനമായിട്ട് അതിൻ്റെ വേരുകളുള്ളത് നമ്മുടെ ജെനിറ്റൽ സ്റ്റേജിലുള്ള അടിച്ചമർത്തലുകളിൽ മാനസികമായി നമ്മുടെ താല്പര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുമ്പോൾ, ഇല്ലേ എലിമിനേറ്റ് ചെയ്യുമ്പോൾ, ഇല്ലേ സപ്രസ് ചെയ്യുമ്പോൾ, റിപ്രസ് ചെയ്യുമ്പോഴൊക്കെയാണ് അത് വരുന്നത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും എടുത്താൽ അതിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ പ്രത്യേകിച്ച് അല്ല AP അതിലധികം വരില്ല, കർണാടക, കേരള, തമിഴ്നാട്, ഈ 3 സ്റ്റേറ്റിലുള്ള ഒരു പ്രധാന പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ മലയാളത്തിലെ കേരളത്തിൽ വിജയിക്കണ ഇപ്പോഴടുത്തിറങ്ങിയത് ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഷക്കീല സിനിമകളുടെ വിജയത്തിന് പ്രധാന കാരണം എന്താണെന്ന് നോക്കിയാൽ ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ ഈ ശാസ്ത്രം. ഒളിഞ്ഞു നോട്ടം. ഉദാഹരണത്തിന് ഇവരുടെ ഒരു ബേസിക് നാച്ചർ പറയാം. ഞാനിപ്പോൾ എൻ്റെ 2 കൈ ഇങ്ങനെ കാണിക്കണം. ഒരു കയ്യിൽ ഞാനൊരു ഡയമണ്ട് വയ്ക്കുന്നു, മറ്റേ കയ്യിൽ ഞാനൊരു വെള്ളാരം കല്ല് വയ്ക്കുന്നു. എന്നിട്ട് 2 കൈയും ഇങ്ങനെ അടച്ചു പിടിക്കണോ, ഇല്ലെങ്കിൽ ഡയമണ്ടുള്ള കൈ ഇങ്ങനെ തുറന്നു കൊടുക്കണോ. എന്നിട്ട് മുന്നിലുള്ള ആളോട് പറയുന്നു, എൻ്റെ ഈ കയ്യിൽ ഡയമണ്ട് ഉണ്ട്, ഇറ്റ് കോസ് ലാക്സ്, ലക്ഷങ്ങൾ വില മതിക്കും അതിന്, ഈ ഡയമണ്ട് നിങ്ങൾ എടുത്തോളൂ. ഈ അടച്ചു വെച്ച കയ്യിലുള്ള വെള്ളാരം കല്ലാണ്, അത് നിങ്ങൾ നോക്കണ്ട, ഈ ഡയമണ്ട് എടുത്തോളൂ. നമ്മുടെ ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ മനഃശാസ്ത്രപ്രകാരം അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അടച്ചു വെച്ച കയ്യിലുള്ള കല്ല് അവൻ എടുക്കും, തുറന്നു വെച്ച കയ്യിൽ ഡയമണ്ട് എടുക്കില്ല. ഇത് ജെനിറ്റൽ സ്റ്റേജിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ വേറെ അവസ്ഥയിലേക്ക് പോകും. അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലുള്ള ഒരു ട്രെൻഡ് എടുക്കാം, സിനിമയിലുള്ള ഒരു ട്രെൻഡ്. ഇപ്പം ഒരു സിനിമാ തിയേറ്ററിൽ ഒരു അഡൽട്ട്സ് ഓൺലി ഫിലിം ഓടുന്നു, പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിനിമ. ആ സിനിമയിൽ വളരെ ന്യൂഡായിട്ട്, അതായത് ശരീരത്തിൽ യാതൊരു വസ്ത്രങ്ങളും ഇല്ലാതെ പൂർണ്ണമായ നഗ്നത പ്രദർശിപ്പിച്ചിട്ട് ഒരു ആൺകുട്ടിയില്ലേ പെൺകുട്ടി നിൽക്കണോ, ഇല്ലെങ്കിൽ ഒരു പുരുഷനല്ലേ ഒരു സ്ത്രീ നിൽക്കണോ, അങ്ങനെയുള്ള ഒരു സിനിമ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ഓടുന്നത് ഇപ്പോഴും മലയാളത്തിൽ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, അതായത് ലൈക്ക് ഈ ഷക്കീല സിനിമകൾ, ഇല്ല ഇപ്പം നമ്മുടെ ഹിന്ദിയിലുള്ള ചൂടൻ സിനിമകളൊക്കെ. ഇത് ഉറപ്പായിട്ട് നമുക്ക് പറയാം, ഈ സിനിമകളിൽ കൂടുതൽ ആൾക്കാർ ഇടിച്ചു കയറുന്നത്
ഈ ഷക്കീല സിനിമകളിലെ ഹിന്ദി സിനിമകളിലൊക്കെ ആയിരിക്കും. ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ അതിൻ്റെ പിന്നിൽ? സാധാരണഗതിയിൽ ആരാണ് ഈ സിനിമകൾ കാണാൻ പോവുക? അവർക്ക് നഗ്നത കാണണം, അതിനാണ് അവർ പോണത്. അങ്ങനെയാണെങ്കിൽ അവർ നിർബന്ധമായിട്ട് പോകേണ്ടത് ഈ പൂർണ്ണ നഗ്നത പ്രദർശിപ്പിക്കുന്ന സിനിമകളിലാണ്. പക്ഷെ അവരതിന് പോകണില്ല. അവർ പോകുന്നത് അവിടെ ഇവിടെയും ഭാഗികമായി മാത്രം നഗ്നത പ്രദർശിപ്പിക്കുന്ന സിനിമകളിലൊക്കെ അവർ പോകണം. ശരിക്കും അത് ഇലോജിക്കലല്ലേ? യുക്തിക്ക് നിരക്കാത്തതല്ലേ അത്? എന്തുകൊണ്ടാണ് കാരണം വെച്ചാൽ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ മനഃശാസ്ത്രം തന്നെ അഗെയിൻ ഇവിടെ പ്ലേ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ മുന്നേ എന്തെങ്കിലും ഒന്ന് വളരെ ഓപ്പണായി തുറന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് താല്പര്യമല്ല, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ആസ്വദിക്കാൻ പറ്റുന്നില്ല. മറിച്ച് അത് നിങ്ങൾ ഒളിഞ്ഞു നോട്ടം ആസ്വദിക്കണോ, ഭാഗികമായിട്ടുള്ള നഗ്നതാ പ്രദർശനങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നു, ഒളിഞ്ഞു നോട്ടം നിങ്ങൾ ആസ്വദിക്കണം. അതൊന്ന്. ഇനി ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ വേറെ പ്രത്യേകത, അതേപോലെ തന്നെ ഈ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിന് പ്രത്യേക പരാമർശിക്കപ്പെടണം തോന്നുന്നു. ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ താല്പര്യമുള്ളവർ അറിയാലോ, നമ്മുടെ കുട്ടികളുടെ ആ ജെൻറ്റൽ സ്റ്റേജിൽ ഇല്ലെങ്കിലുള്ളവരിൽ നല്ലൊരു ശതമാനം പേര് ഈ ഒളിഞ്ഞു നോട്ടത്തിൽ താല്പര്യമുള്ളവരാണ്. അവർ പരസ്യമായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പലരും, നമ്മളുടെ ചുറ്റുമുള്ളവരിൽ തന്നെ പലരും. ഇനി വേറെ കാര്യം നമുക്ക് ആലോചിച്ച് നോക്കാം. ഇപ്പം ഇങ്ങനെ താല്പര്യമുള്ള ഒരാൾ ഇല്ലെങ്കിൽ ഒരു വ്യക്തി, അദ്ദേഹം നമ്മുടെ മെയിൻ റോഡിലൂടെ നടന്നു പോകുന്നു. ഒരു പുരുഷൻ മെയിൻ റോഡിലൂടെ നടന്നു പോകുന്നു. അയാളുടെ മുന്നിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് ആ സ്ത്രീയുടെ ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റി പൂർണ്ണ നഗ്നയായിട്ട് ആളുടെ മുന്നിൽ നോക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ആൾക്ക് സുഖമായിട്ട് കാണാം. ആരും വന്ന് എതിർക്കോ പോലീസോ ഒന്നും പിടിക്കുകയൊന്നുമില്ല. എന്നാലും ആള് 1-2 സെക്കൻഡിൽ 1-2 മിനിറ്റിലധികം അത് കാണില്ല. അയാളുടെ പണിക്ക് പോകും. ഇതേ ആള് തന്നെ തിയേറ്ററുകളിലെ ഇരുട്ടാണ്, തൊട്ടടുത്തുള്ള ആളെ കാണില്ല. ഈ ഇരുട്ടിൽ വളരെ ഭാഗികമായിട്ടുള്ള നഗ്നതാ പ്രദർശനം, അത് ചിലപ്പം കാലിൻ്റെ ഒരറ്റമായിരിക്കാം. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അതേ ആൾ പോയിരുന്നു കാണും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും സംതിങ് ഇലോജിക്കൽ ഇല്ലേ? യുക്തിക്ക് നിരക്കാത്ത എന്തോന്ന്? നഗ്നതാ പ്രദർശനം കാണാനാണെങ്കിൽ അയാൾക്ക് റോഡിൻ്റെ മുകളിൽ നിന്ന് അയാളുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാൾ പൂർണ്ണ നഗ്നയിൽ നിൽക്കുമ്പോൾ അയാൾ അത് എൻജോയ് ചെയ്യണമല്ലോ, ആസ്വദിക്കണമല്ലോ. പക്ഷെ അത് 1-2 മിനിറ്റ് കൊണ്ടല്ലേ, സെക്കൻഡ് കൊണ്ട് അയാൾ മാറിപ്പോവുകയും എന്നിട്ട് അടുത്തുള്ള ഈ തിയേറ്ററിൽ കയറി ഇരുട്ടിലിരുന്നു കൊണ്ട് അയാൾ വളരെ ഭാഗികമായിട്ടുള്ള അല്ലെ പേരിന് മാത്രമുള്ള നഗ്നത അയാൾ ആസ്വദിക്കുകയും ചെയ്യണം. എന്താ ഇതിൻ്റെ മനഃശാസ്ത്രം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ സൈക്കോളജി, ഒളിഞ്ഞു നോട്ടത്തിൻ്റെ മനഃശാസ്ത്രം. കാരണം സിനിമ തിയേറ്ററിൽ അയാൾ ഇരിക്കുമ്പോൾ അത് ഇരുട്ടാണ്. അതായത് ചുറ്റും തൊട്ടടുത്ത് നടക്കുന്നത് അറിയുന്നില്ല, ഇരുട്ടാ. തൊട്ടടുത്തുള്ള ആളുടെ മുഖം കാണുന്നില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുട്ടും, സ്ക്രീനിൽ തിരശ്ശീലയിൽ നല്ല വെളിച്ചം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുട്ട് മുറിയിൽ നിങ്ങളൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ പുറമേക്ക് നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു നഗ്നത കാണുന്ന അതേ എഫക്റ്റ്, അതായത് ഒളിഞ്ഞു നോട്ടത്തിൽ നിന്നും കിട്ടുന്ന സുഖം. അതാണ് നമ്മുടെ ജനങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ കൂടുതൽ ഇതേപോലുള്ള അശ്ലീല ചിത്രങ്ങളിലേക്ക് വലിച്ചടപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇത് ഞാൻ ഇത്രയും പ്രാധാന്യത്തിൽ എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, കുറേ വർഷങ്ങളായി പല സംഘടനകളും വ്യക്തികളും ഒക്കെ ഈ ഒരു സാമൂഹിക വിപത്തിനെതിരെ ഒരുപാട് പ്രതികരിക്കുകയും സിമ്പോസിയങ്ങൾ നടത്തുകയും സെമിനാറുകൾ നടത്തുകയും ഇതിനെതിരെ സമരങ്ങൾ നടത്തുകയും ഇതൊക്കെ ചെയ്യണു. ഇനി വേറെ കൂട്ടർ അവർ ഈ അശ്ലീല പോസ്റ്ററുകളിൽ ടാറടിക്കുകയും പോസ്റ്ററുകൾ വലിച്ചു കീറുകയും തിയേറ്ററുകൾ കത്തിക്കുകയും ഈ ഫിലിം പ്രിൻ്റുകൾ നശിപ്പിക്കുകയൊക്കെ ചെയ്യണം. ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നം നിൽക്കില്ല. ഈ പ്രശ്നത്തിന് നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ, പൂർണ്ണവിരാമം ഇടാൻ പറ്റില്ല. കാരണം ഇത് തുടങ്ങുന്നത് നമ്മുടെ മനസ്സിലാണ്. അല്ലെങ്കിൽ ഒന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തി അവൻ്റെ വളർച്ചയുടെ പരിണാമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജെനിറ്റൽ സ്റ്റേജിൽ, അല്ലെങ്കിൽ അവരിപ്പോൾ 7 വയസ്സിനും ഒരു 10 വയസ്സിനും 12 വയസ്സിനും ഒക്കെ ഇടയിലുള്ള, അല്ലെങ്കിൽ 15 വയസ്സിനുള്ളിലുള്ള ആ സമയത്ത് അവൻ്റെ മനസ്സിലിടുന്ന ഒളിഞ്ഞു നോട്ടം ആസ്വദിക്കാനുള്ള വിത്തുകളാണ്
പിന്നീട് അവനെ ഈ സിനിമാ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. ഇതിന് കാരണം ആ വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അല്ല എന്ന് പറയാൻ. കാരണം ഞാൻ പറയും അതിന് കാരണം നിങ്ങൾ പാരൻസാണ്. കാരണം നമ്മളാണ് അതിശക്തമായിട്ട് അടിച്ചമർത്തുക, ഇല്ലെങ്കിൽ ഒരു പണിഷ്മെൻ്റ്, ഒരു ശിക്ഷ കൊടുത്തിട്ട് അവൻ്റെ താല്പര്യങ്ങളെ ഡീവിയേറ്റ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വിട്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കുട്ടികളെ പ്രോപ്പറായിട്ട് ശരിയായ രീതിയിൽ വളർത്തുക, അല്ലെങ്കിൽ ഈ സപ്രഷൻസ് കൊടുക്കാതിരിക്കുക. നമ്മൾ പറഞ്ഞു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെ വ്യക്തിത്വ വികസനത്തിൻ്റെ സ്റ്റേജസ്. ആദ്യം ഓറൽ സ്റ്റേജ്, ഇനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. നമ്മളിപ്പം ജെനിറ്റൽ സ്റ്റേജിലെത്തി നിൽക്കുന്നു നമ്മളുടെ ചർച്ച. ഈ ജെനിറ്റൽ സ്റ്റേജിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത് ജെനിറ്റൽ ഓർഗൻസിലൂടെ, ജനനേന്ദ്രിയങ്ങളിലൂടെയുള്ള സന്തോഷം, അത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്നുകിൽ അതേ ലിംഗത്തിലുള്ള ഇല്ലെങ്കിൽ എതിർലിംഗത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള അട്രാക്ഷൻ, ആകർഷണത്തിലേക്ക് അതെത്തി നിൽക്കണം. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ പാരൻസ് ഇല്ലെങ്കിൽ സമൂഹം ഈ കുട്ടികളെ, ഈ വ്യക്തികളെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സമയമാണ്. നമ്മുടെ പാരൻസ് അവരെ അതുവരെ ഉള്ളതിനേക്കാളും കൂടുതൽ നിയമങ്ങൾ, റെസ്ട്രിക്ഷൻസ് ഒക്കെ അവരുടെ മുന്നിൽ വയ്ക്കും. ഇപ്പം ഒരു പെൺകുട്ടിയാണെങ്കിൽ ഏകദേശം ആ ഒരു ഏജിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഒരു 8 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സൊക്കെ കഴിയുമ്പം അമ്മമാരും അച്ഛന്മാരും അവരുടെ മുന്നിൽ നിബന്ധനകൾ വയ്ക്കും. അവരാദ്യം പറയണ കാര്യം, ഇതുവരെ നിനക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ആൺകുട്ടികളുടെ കൂടെയൊക്കെ കളിച്ചിരുന്നു, നീ ഇനി അങ്ങനെയല്ല, വലിയൊരു പെണ്ണായി കളിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇങ്ങനെ കൂടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ബോയ്സ് ആണെങ്കിലും പറയും, ഇതുവരെയുള്ള കുട്ടിക്കളിയൊന്നുമല്ല, ഇനി നീ വളരെ സീരിയസാണ്, ഇല്ലെങ്കിൽ പെൺകുട്ടികളുടെ കൂടെ കളിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ധാരാളം നിബന്ധനകൾ നമ്മൾ ആ സ്റ്റേജിൽ ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഇടും. ഈ നിബന്ധനകൾ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പലപ്പോഴും ഒരു സപ്രഷൻ്റെ ഇല്ലേ അടിച്ചമർത്തലിൻ്റെ ആ ഒരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ അത് പിന്നീടുള്ള വ്യക്തിത്വത്തിൽ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്, വളരെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ പ്രധാനമായിട്ട് കാണുന്നത് സ്വന്തം ലിംഗത്തിലോടുള്ളവരിലുള്ള ആകർഷണം, അതായത് ഹോമോസെക്ഷുവാലിറ്റിയിലെ ലെസ്ബിയൻ ഇൻ നാച്ചർ എന്ന് പറയാം. ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഒരു പരിധി വരെ ഈ ജെനിറ്റൽ സ്റ്റേജിലാണ്. ഉദാഹരണത്തിന് ഒരാൺകുട്ടി അവൻ വളർന്നു വരുന്നു, ഈ ജെനിറ്റൽ സ്റ്റേജിലെത്തുന്നു. അപ്പം വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കാം, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി. അവൻ പറയും പെൺകുട്ടികളെ നോക്കാൻ പാടില്ല, ചിലപ്പോൾ അവന് തന്നെ കസിൻസ് ഉണ്ടാവും, കസിൻസിനെ നോക്കാൻ പാടില്ല, പെൺകുട്ടികളോട് ചിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഇടപഴകാൻ പാടില്ല. ഇങ്ങനെ ധാരാളം നിയമങ്ങൾ അവൻ്റെ മുന്നിൽ നമ്മൾ വയ്ക്കും. വളരെ സ്വാഭാവികമാണ് ആ വയസ്സുള്ള ഒരാൾക്ക് ഓപ്പോസിറ്റ് സെക്സുള്ള ആളുമായിട്ട് സംസാരിക്കാൻ, അവരോട് കൂടുതൽ ഇടപഴകാനുള്ള താല്പര്യങ്ങളുണ്ടാവും. എന്നാൽ പോലും അങ്ങനെയുള്ള ഒരു സാധാരണ ഇടപെടലുകൾ പോലും പൂർണ്ണമായും നമ്മൾ പാരൻസ് അടിച്ചമർത്തി വയ്ക്കും. പലപ്പോഴും സംഭവിക്കണോ ഇങ്ങനെ അടിച്ചമർത്തി വയ്ക്കുന്നതിൻ്റെ കൂടെ
ചിലപ്പോൾ ആ രീതിയിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരായിട്ട് ഇടപഴകുന്നതിനോട് ഇടപഴകിയതിന് നമ്മൾ ഈ കുട്ടിയെ പണിഷ് ചെയ്തു ശിക്ഷിച്ചു എന്ന് വിചാരിക്കാം. അതവൻ്റെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഹേർട്ട് ചെയ്തതാണെങ്കിൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ളൊരു കുട്ടി, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടി, ആ കുട്ടിയിൽ ഈ രീതിയിലുള്ളൊരു പണിഷ്മെൻറ്റ് എന്താണ് എഫക്റ്റ് ഉണ്ടാക്കുക, എന്ത് സ്വാധീനം ഉണ്ടാകും? പലപ്പോഴും ആ കുട്ടി ഒരു ഹോമോസെക്ഷലായി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അത്ഭുതവും അതിലല്ല. കാരണം ഞങ്ങളെടുത്ത സർവേകളിൽ സ്വർഗപ്രേമികളിൽ 80% പേരുടെയും പ്രശ്നങ്ങൾ ജെനിറ്റൽ സമയത്തുള്ള ജെനിറ്റൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലുള്ളതാണ്. പിന്നെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കേരളത്തിൽ മലബാർ ഏരിയയിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലോ. ചില പ്രത്യേകമായിട്ടുള്ള ഈ കൾച്ചറലായിട്ടുള്ള എക്സ്ചേഞ്ചസ് ഒക്കെയാണ് അതിനൊരു കാരണം. കാരണം മലബാർ മേഖലയിലുള്ള കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിലുള്ള കൾച്ചർ, കേരളത്തിലെ മലയാള സംസ്കാരം എന്നതിനെ ദ്രാവിഡ സംസ്കാരം എന്നതിനെ വിളിക്കാൻ പറ്റില്ല. കാരണം അത് ഈ ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്ന മറ്റൊരു കൾച്ചറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അറേബ്യൻ കൾച്ചറുമായിട്ട് ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പോയി അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റാണ് മലബാറി കൾച്ചർ. ഈ കൾച്ചറിൽ ഈ ഒരു പ്രശ്നം വളരെയധികം കാണാറുണ്ട്. അപ്പോൾ ഈ ഡീവിയേറ്റഡ് സെക്ഷൽ ഇൻട്രസ്റ്റിൻ്റെ പ്രധാന കാരണം ജെനിറ്റൽ ഇല്ലെങ്കിൽ ഫാലിക് സ്റ്റേജിലുള്ള ചില പ്രത്യേക രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ആണ്. അല്ലെങ്കിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ അടിച്ചമർത്തുന്നത് മൂലം മറ്റ് ചില താല്പര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അതൊന്നൊരു രക്ഷപ്പെടലിൻ്റെ ഭാഗമായിട്ട് പുതിയ താല്പര്യങ്ങളിലേക്കുള്ള ഡീവിയേഷൻ ചിലപ്പോഴങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ആ ജെനിറ്റൽ സ്റ്റേജിലുള്ള ലൈംഗികതയോടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അടക്കാനാവാത്ത ആകർഷണം സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള, സമൂഹം അംഗീകരിക്കണ, നമ്മുടെ പാരൻസ് നമ്മുടെക്കാട് ചീത്ത പറയാത്ത, അല്ലെ അവർ ലിമിറ്റ് ചെയ്യാത്ത വേറൊരു വഴിയിലേക്ക് തിരിച്ചു വിടുക. അത് പലപ്പോഴും ഒരു ഹോമോസെക്ഷൽ സ്വർഗരതിയിലേക്ക് എത്താറുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ, അതൊരു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ ആ കുട്ടികളോട് വല്ലാതെ ഇടപഴകുമ്പോഴാണ് പാരൻസ് ശ്രദ്ധിക്കണം, ചീത്ത പറയണം. അതേപോലെ തന്നെ അവൻ്റെ കൂടെയുള്ള മറ്റ് ആൺകുട്ടികളായിട്ടുള്ള സുഹൃത്തുക്കളോട് അവർ ഒരുമിച്ച് ഇടപഴകുമ്പോഴോ ഇല്ല അവർ കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോഴോ ഒരാൾ മറ്റുള്ളയാളുടെ വീട്ടിൽ പോയി താമസിക്കുമ്പോഴോ ഒന്നും നോർമലി പാരൻസ് ഇങ്ങനെ ചീത്ത പറയാറില്ല. ഇതേപോലെ തന്നെയാണ് പെൺകുട്ടികളുടെ കേസിലും. പലപ്പോഴും ഇതേപോലുള്ള നമ്മളുടെ അശ്രദ്ധ ഇതേപോലെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ജെനിറ്റൽ സ്റ്റേജിലുള്ള ഈ ഡീവിയേറ്റഡ് പേഴ്സണാലിറ്റിയിലെ പ്രോബ്ലംസിൻ്റെ വേറൊരു റിഫ്ലക്ഷനാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സിബിഷൻസും നഗ്നതാ പ്രദർശനത്തിനുള്ള താല്പര്യം. അതും പലപ്പോഴും ഈ ജെനിറ്റൽ സ്റ്റേജിലുള്ള സപ്രഷന് അതിൻ്റെ റിസൾട്ട് അല്ല അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. പിന്നെ വളരെ രസകരമായിട്ടുള്ള വേറെ കാര്യമുണ്ട്. അതായത് ഒളിഞ്ഞു നോട്ടത്തിനുള്ള താല്പര്യം. അത് പ്രധാനമായിട്ട് അതിൻ്റെ വേരുകളുള്ളത് നമ്മുടെ ജെനിറ്റൽ സ്റ്റേജിലുള്ള അടിച്ചമർത്തലുകളിൽ മാനസികമായി നമ്മുടെ താല്പര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ, ഇല്ലേ എലിമിനേറ്റ് ചെയ്യുമ്പോൾ, ഇല്ലേ സപ്രസ് ചെയ്യുമ്പോൾ, റിപ്രസ് ചെയ്യുമ്പോഴൊക്കെയാണ് അത് വരുന്നത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും എടുത്താൽ അതിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ പ്രത്യേകിച്ച് എല്ലാ AP അതിലധികം വരില്ല, കർണാടക, കേരള, തമിഴ്നാട്, ഈ 3 സ്റ്റേറ്റിലുള്ള ഒരു പ്രധാന പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ മലയാളത്തിലെ കേരളത്തിൽ വിജയിക്കണ ഈ ഇപ്പോഴടുത്തിറങ്ങിയത് ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഷക്കീല സിനിമകളുടെ വിജയത്തിന് പ്രധാന കാരണം എന്താണെന്ന് നോക്കിയാൽ ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ ഈ ശാസ്ത്രമാണ്. ഒളിഞ്ഞു നോട്ടം. ഉദാഹരണത്തിന്
ഇവരുടെ ഒരു ബേസിക് നാച്ചർ പറയാം. ഞാനിപ്പോൾ എൻ്റെ 2 കൈ ഇങ്ങനെ കാണിക്കണോ, ഒരു കയ്യിൽ ഞാനൊരു ഡയമണ്ട് വയ്ക്കുന്നു, മറ്റേ കയ്യിൽ ഞാനൊരു വെള്ളാരം കല്ല് വയ്ക്കുന്നു. എന്നിട്ട് 2 കൈയും ഇങ്ങനെ അടച്ചു പിടിക്കണോ, ഇല്ലെങ്കിൽ ഡയമണ്ടുള്ള കൈ ഇങ്ങനെ തുറന്നു കൊടുക്കണോ. എന്നിട്ട് മുന്നിലുള്ള ആളോട് പറയുന്നു, എൻ്റെ ഈ കയ്യിൽ ഡയമണ്ട് ഉണ്ട്, ഇറ്റ് കോസ് ലാക്സ്, ലക്ഷങ്ങൾ വില മതിക്കും അതിന്, ഈ ഡയമണ്ട് നിങ്ങൾ എടുത്തോളൂ. ഈ അടച്ചു വെച്ച കയ്യിലുള്ള വെള്ളാരം കല്ലാണ്, അത് നിങ്ങൾ നോക്കണ്ട, ഈ ഡയമണ്ട് എടുത്തോളൂ. നമ്മുടെ ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ മനഃശാസ്ത്രപ്രകാരം അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ അടച്ചു വെച്ച കയ്യിലുള്ള കല്ല് അവൻ എടുക്കും, തുറന്നു വെച്ച കയ്യിൽ ഡയമണ്ട് എടുക്കില്ല. ഇത് ജെനിറ്റൽ സ്റ്റേജിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ വേറെ അവസ്ഥയിലേക്ക് പോകും. അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലുള്ള ഒരു ട്രെൻഡ് എടുക്കാം, സിനിമയിലുള്ള ഒരു ട്രെൻഡ്. ഇപ്പം ഒരു തിയേറ്ററിൽ, ഒരു സിനിമാ തിയേറ്ററിൽ ഒരു അഡൽട്ട്സ് ഓൺലി ഫിലിം ഓടുന്നു, പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിനിമ. ആ സിനിമയിൽ വളരെ ന്യൂഡായിട്ട്, അതായത് ശരീരത്തിൽ യാതൊരു വസ്ത്രങ്ങളും ഇല്ലാതെ പൂർണ്ണമായ നഗ്നത പ്രദർശിപ്പിച്ചിട്ട് ഒരു ആൺകുട്ടിയിലെ പെൺകുട്ടി നിൽക്കണോ, ഇല്ലെങ്കിൽ ഒരു പുരുഷനിലെ ഒരു സ്ത്രീ നിൽക്കണോ, അങ്ങനെയുള്ള ഒരു സിനിമ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ഓടുന്നത് ഇപ്പോഴും മലയാളത്തിൽ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, അതായത് ലൈക്ക് ഈ ഷക്കീല സിനിമകൾ, ഇല്ല ഇപ്പം നമ്മുടെ ഹിന്ദിയിലുള്ള ചൂടൻ സിനിമകളൊക്കെ. ഇത് ഉറപ്പായിട്ട് നമുക്ക് പറയാം, ഈ സിനിമകളിൽ കൂടുതൽ ആൾക്കാർ ഇടിച്ചു കയറുന്നത് ഈ ഷക്കീല സിനിമകളിലെ ഹിന്ദി സിനിമകളിലേക്ക് ആയിരിക്കും. ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ അതിൻ്റെ പിന്നിൽ? സാധാരണഗതിയിൽ ആരാണ് ഈ സിനിമകൾ കാണാൻ പോവുക? അവർക്ക് നഗ്നത കാണണം, അതിനാണ് അവർ പോണത്. അങ്ങനെയാണെങ്കിൽ അവർ നിർബന്ധമായിട്ട് പോകേണ്ടത് ഈ പൂർണ്ണ നഗ്നത പ്രദർശിപ്പിക്കുന്ന സിനിമകളിലാണ്. പക്ഷെ അവരതിന് പോകണില്ല. അവർ പോകുന്നത് അവിടെ ഇവിടെയും ഭാഗികമായി മാത്രം നഗ്നത പ്രദർശിപ്പിക്കുന്ന സിനിമകളിലേക്ക് അവർ പോകണം. ശരിക്കും അത് ഇലോജിക്കലല്ലേ, യുക്തിക്ക് നിരക്കാത്തതല്ലേ അത്? എന്തുകൊണ്ടാണ് കാരണം വെച്ചാൽ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ മനഃശാസ്ത്രം തന്നെ അഗെയിൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ മുന്നേ എന്തെങ്കിലും ഒന്ന് വളരെ ഓപ്പണായി തുറന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് താല്പര്യമല്ല, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ പറ്റുന്നില്ല. മറിച്ച് അത് നിങ്ങൾ ഒളിഞ്ഞു നോട്ടം ആസ്വദിക്കണോ, ഭാഗികമായിട്ടുള്ള നഗ്നതാ പ്രദർശനങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നു, ഒളിഞ്ഞു നോട്ടം നിങ്ങൾ ആസ്വദിക്കണം. അതൊന്ന്. ഇനി ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ വേറെ പ്രത്യേകത, അതേപോലെ തന്നെ ഈ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിന് പ്രത്യേക പരാമർശിക്കപ്പെടണം തോന്നുന്നു. ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ താല്പര്യമുള്ളവർ അറിയാലോ, നമ്മുടെ കുട്ടികളുടെ ആ ജെനിറ്റൽ സ്റ്റേജിൽ ഇല്ലെങ്കിലുള്ളവരിൽ നല്ലൊരു ശതമാനം പേര് ഒളിഞ്ഞു